വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേർ ഏറ്റുപറയും. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 3 വാഗ്ദത്തങ്ങൾ എന്നൊരു വിഷയമാണ് നാം ഈ രാവിലെ സമയം ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൊടുപ്പുറപ്പുകളെ കർത്താവിൻ്റെ വീണ്ടും വരവിൽ എടുക്കപ്പെടണം എന്ന ലക്ഷ്യത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുകയും ആ ജീവിത നടപ്പിൽ ജയിക്കുകയും ചെയ്യുന്നവർക്ക് ലഭ്യമാകുന്ന ചില പ്രതിഫലങ്ങളെക്കുറിച്ച് ഇവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഇവിടെ 3 പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. 1, വെള്ളയുടുപ്പ് ധരിക്കും. 2, ജീവപുസ്തകത്തിൽ നിന്ന് പേർ മായ്ച്ചു കളയുകയില്ല. 3, പിതാവിൻ്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുൻപിലും അവരെ ഏറ്റുപറയും. ഈ 3 പ്രതിഫലങ്ങളും ജീവിതത്തിൽ ജയിക്കുന്ന ഒരു ഭക്തന്റെ അവകാശങ്ങളാണ്. ഈ അവകാശങ്ങൾ നഷ്ടമാകാതെ സൂക്ഷിക്കുവാൻ ഒരു വിശ്വാസിക്ക് ഈ ഭൂമിയിലെ തൻ്റെ ജീവിതം കൊണ്ട് സാധ്യമാകണം. പ്രിയരെ, ഇവിടെ ജീവിതം കൊണ്ട് വിജയിക്കുന്നവർക്ക് വെള്ളയുടുപ്പ് വാഗ്ദാനം ചെയ്യുന്നു. വെള്ളയുടുപ്പ് യോഗ്യതയെ കാണിക്കുകയാണ്. ലോകത്തിൻ്റെ ചുറ്റുപാടുകളിൽ
പരാജയപ്പെടാതെ അലഞ്ഞു പോകാതെ യോഗ്യന്മാരായി ജീവിച്ചാൽ അവനോടുകൂടെ വെള്ളയുടുപ്പ് ധരിച്ചു നടപ്പാൻ കഴിയും എന്നത് ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ഏറെ സന്തോഷവും ആകാംക്ഷയും നൽകുന്ന ഒരു വാഗ്ദാനമാണ്. അതിനെന്താണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം വ്യക്തമായി അതിന് എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ക്രിസ്തീയ ജീവിതം കർത്താവിനോട് ചേർന്ന് നടക്കുകയാണെങ്കിൽ നിത്യതയിലും കൂടെ നടപ്പാൻ കഴിയും. ഈ ഭൂമിയുടെ പരപ്പിലെ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ആരാധിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസി ക്രിസ്തുവിനോടുകൂടി ചേർന്ന് ഭൂമിയുടെ പരപ്പിലെ ജീവിതം ചെയ്തെങ്കിലേ, അല്ലെങ്കിൽ ആ ജീവിത നടപ്പ് നടന്നെങ്കിലേ മതിയാകും. ഇവിടെ കൂടെ നടന്ന് ശീലിച്ചവന് മാത്രമേ അവിടെയും നടക്കുവാനാകുകയുള്ളൂ, കൂടെ നടക്കുവാനാകുകയുള്ളൂ. കൂടെ നടക്കുക എന്നാൽ നാം ആരോടുകൂടെ നടക്കുന്നുവോ അവൻ്റെ ഇഷ്ടം പൂർണ്ണമായി അറിഞ്ഞും അനുസരിച്ചും മാത്രമേ അവനോട് കൂടെയുള്ള നടപ്പ് പൂർണ്ണമാകുകയുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നാൽ അത് കൂടെ നടപ്പാകുകയില്ല. ഇവിടെ ജീവിത വസ്ത്രത്തിന് കളങ്കം പറ്റാതെ, ഉടുപ്പ് മലിനമാക്കാതെ സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ട് ജീവിച്ചാൽ നിത്യത മുഴുവൻ വെള്ളയുടുപ്പ് ധരിച്ച് അവനോടുകൂടെ നടപ്പാൻ കഴിയും എന്ന് ദൈവത്തിൻ്റെ വചനം വാഗ്ദത്തം ചെയ്യുന്നു. രാജാതിരാജാവായ കർത്താവിനോട് കൂടെ വെള്ളയുടുപ്പ് ധരിച്ചുള്ള നടപ്പ് പ്രിയരെ എത്ര ശ്രേഷ്ഠകരവും ആനന്ദദായകവും അഭിമാനപൂർണതയുമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് മനഃപൂർവമായി സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? സർദീസ് സഭയ്ക്ക് എഴുതപ്പെട്ട ദൂതിലാണ് ജയിക്കുന്നവന് നൽകപ്പെടുവാൻ പോകുന്ന വാഗ്ദാനങ്ങളെ ഓർപ്പിക്കുന്നത്. സർദീസിലെ സഭ നിർജീവമായിരുന്നു. ജീവിക്കുന്നു എന്ന് പേരുണ്ടായിരുന്നുവെങ്കിലും നിർജീവമാക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം. അവർ ശുശ്രൂഷകളെ കണ്ടിരുന്നത് അവർക്ക് വേണ്ടി ദൈവസഭയിൽ പരിശുദ്ധനായ ദൈവം നിയമിച്ചാക്കി വെച്ച ശുശ്രൂഷകന്മാരിൽ കൂടിയുള്ള ശുശ്രൂഷകളെ അവർ കണ്ടത്, അല്ലെ അവർ ചെയ്യേണ്ട ശുശ്രൂഷകളെ അവർ കണ്ടിരുന്നത് അനുഷ്ഠാനങ്ങളും ചടങ്ങുകളുമായിട്ടായിരുന്നു. ആരാധനയും കൂട്ടായ്മകളും ഒക്കെ ചടങ്ങായി കണ്ട, ചടങ്ങായി അനുഭവിച്ച ഒരു കൂട്ടം ജനം. ആരാധനയുണ്ട്, വിശ്വാസമുണ്ട്, വിശുദ്ധിയുണ്ട്, വേർപാടുണ്ട്, എന്നാൽ എല്ലാം അനുഷ്ഠാനം പോലെയും ജീവനില്ലാത്ത ചടങ്ങുകളുമായി ചെയ്തു വന്നിരുന്നു. എന്നാൽ ഈ അവസ്ഥയിൽ നിന്നും പുറത്തു വന്നവർ, ജീവിക്കുന്നവർ അവിടെ കുറെ പേർ ഉണ്ടായിരുന്നു. അവരെ ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണി അവർക്ക് ദൈവം വാഗ്ദത്തങ്ങൾ നൽകി. വിശ്വാസവും ആരാധനയും ശുശ്രൂഷകളും ചടങ്ങുകളായി കാണുന്നവരുടെ ജീവിതത്തിൽ വലിയ വലിയ നഷ്ടങ്ങൾ സംഭവിക്കും എന്ന് ഈ അനുഭവങ്ങൾ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവർക്ക് നഷ്ടപ്പെടുന്ന വെള്ളയുടുപ്പും ജീവപുസ്തകത്തിലെ പേരും, അവരുടെ പേര് പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുൻപിൽ ഏറ്റുപറയുന്നതും അവർക്ക് ലഭിക്കാതെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അവർ ആയിപ്പോകും എന്നൊരു മുന്നറിയിപ്പ് അവിടെ സഭയ്ക്കുള്ള ദൂതിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഈ ഒരു ദൂത് നമുക്കും ഒരു മുന്നറിയിപ്പാണ്. നമ്മളത് മറന്നു പോകരുത്. നമ്മുടെ ആരാധനകളും ശുശ്രൂഷകളും നമ്മുടെ വിശ്വാസവും നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നതും നമ്മൾ ദൈവസഭയോട് ചേർന്ന് നിന്ന് ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുന്നതും ഒന്നും പ്രിയപ്പെട്ടവരെ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി തീരുവാൻ അനുവദിക്കരുത്. നമ്മുടെ ആരാധനയോ നമ്മുടെ കൂട്ടായ്മകളോ നമ്മുടെ വചന പഠനങ്ങളോ നമ്മുടെ ഉപവാസങ്ങളോ നമ്മുടെ ബൈബിൾ ക്ലാസ്സോ നമ്മൾ ആത്മീയ വർധനവിന് വേണ്ടി അനുഭവിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷകളും നമുക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി തീരരുത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ, അനുഭവിക്കുന്നതെങ്കിൽ നിശ്ചയമായും സംഭവിക്കാൻ പോകുന്നത് വലിയ വലിയ നഷ്ടമായിരിക്കും. എന്നാൽ മറിച്ച് ഈ ശുശ്രൂഷകളൊക്കെ
ജീവനുള്ളവരായി ആത്മാവിൻ്റെ അനുഭവങ്ങളും നടത്തിപ്പുകളുമായി ദൈവത്തിന് പ്രസാദകരമാകുന്ന യാഗമായൊക്കെ നമ്മൾ അനുഭവിക്കുമെങ്കിൽ, ചെയ്യുമെങ്കിൽ നിശ്ചയമായും വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ ഉടമകളായിത്തീരും. പ്രിയരെ, ആകയാൽ ചടങ്ങ് ആരാധനക്കാർ, ചടങ്ങ് അനുഷ്ഠാനക്കാർ ഈ നാളുകളിൽ പുറത്തു വരണം. ജയിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് കയറി നിൽക്കണം. ജഡത്താൽ കറ പിടിച്ച് അങ്കി കഴുകി വെളുപ്പിക്കേണ്ടതുണ്ട്. യേശുവിൻ്റെ രക്തം പാപക്കറകൾ മുഴുവനും കഴുകി വെടിപ്പാക്കി നൽകുന്നതാണ്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ അങ്കി കഴുകി വെളുപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നാം ഓരോരുത്തരും രക്ഷയുടെ അനുഭവം പ്രാപിച്ചപ്പോൾ ഒരു പുതിയ അങ്കി നമ്മെ ദൈവം ധരിപ്പിച്ചിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു, അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന ആ മകന് പുതിയ വസ്ത്രം ധരിപ്പിക്കുക എന്ന് അപ്പൻ തൻ്റെ ദാസന്മാർക്ക് കൽപ്പന കൊടുക്കുന്നതായി നാം വായിച്ചിട്ടുണ്ടല്ലോ. പ്രിയരെ, സർദീസിലെ സഭയ്ക്ക് രണ്ടുവിധ ഉടുപ്പുകൾ ലഭിക്കുന്നതായി കാണാൻ കഴിയുന്നു. മലിനമാകാത്ത ഉടുപ്പ്, അതിനു മീതെ ധരിപ്പാൻ ലഭിക്കുന്ന വെള്ളയുടുപ്പ് എന്നിവയാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറയുന്നു, ഈ കൂടാരത്തിൽ ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ആകയാൽ കൂടപ്പുറപ്പുകളെ, രക്ഷാദിനത്തിൽ ലഭിക്കപ്പെട്ട വസ്ത്രം മലിനമാകാതെ, നഷ്ടമാക്കി കളയാതെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. വിശുദ്ധ ജീവിതം വെറും ചടങ്ങാക്കാതെ ജയിക്കുന്നവരാകുക. ജയിക്കുന്നവന് ലഭിക്കുന്ന ആ വെള്ളയുടുപ്പ് നേടുവാൻ യോഗ്യതയുള്ളവരായി പ്രത്യാശയോടെ ജീവിക്കുക. സ്വർഗീയ വേഷത്തിന്റെ വിശേഷതയാണ് വെണ്മയുള്ള വസ്ത്രം. അത് സ്വന്തമാക്കുവാൻ ഇടയാക്കുമാറ് ധന്യമായ വിശുദ്ധ ജീവിതം ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനത്തിന്റെ സത്യങ്ങൾ ഞങ്ങൾ കേട്ട് ധ്യാനിച്ച് ബലപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ശുശ്രൂഷകൾ, ഞങ്ങളുടെ ആരാധന, ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ചടങ്ങും അനുഷ്ഠാനങ്ങളുമായി തീർക്കാതെ കർത്താവെ ജീവനും ചൈതന്യമുള്ളതാക്കി പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അനുഭവിച്ച ദൈവത്തെ ആരാധിച്ച മഹത്വപ്പെടുത്തി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ, ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ കയറി നിന്ന് വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപയാൽ നിറയ്ക്കണമേ. ജനം വിടുവിക്കപ്പെടട്ടെ, മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. സ്വർഗമതി ചെയ്യുന്ന വൻകൃപകൾക്കായി സ്തോത്രം. ഇന്ന് പകൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ മറുപടികളും വിടുതലുകളും കൽപ്പിച്ച് ദൈനംദിന ജീവിതത്തിൽ വിജയിക്കുന്നവരായി മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കണമേ. മഹത്വം അംഗീകരിക്കപ്പെട്ട സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.